ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ പുതിയ റെസിപ്പികളൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട്. കുഞ്ഞൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് തിരക്കാണ്, അങ്ങനെ അധികം സമയം കിട്ടാറില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് കമൻസ് ആയിട്ട് മെയിലായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുതിയ റെസിപ്പികളൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സമയം കിട്ടുന്നതിൻ്റെ പേരിൽ ഞാൻ ഇടയ്ക്ക് നല്ല നല്ല റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ല വെയിലാണ്, ധാരാളം വെയിൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ധാരാളം പച്ചമാങ്ങയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വെയിലിന് നമ്മൾ അത്യാവശ്യം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിൽക്കുകയാണ്. ഈ വെയിലിൽ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ പച്ചമാങ്ങ കൊണ്ടുള്ള സംഭാരമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് പച്ചമാങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള പച്ചമാങ്ങ സംഭാരമാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ അധികം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ഇപ്പോൾ പച്ചമാങ്ങ കിട്ടുന്ന സീസണാണ്, സമയമാണ്. ഏത് പച്ചമാങ്ങയിൽ വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത മാങ്ങ വേണം നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് 2 മാങ്ങയാണ് കേട്ടോ. നമ്മുടെ സംഭാരത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് 2 പച്ചമാങ്ങയാണ്. ഈ പച്ചമാങ്ങ വെച്ചിട്ട് സംഭാരം ഉണ്ടാക്കി തുടങ്ങിയാലോ? ഈ 2 മാങ്ങയെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആദ്യം മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംതോലെല്ലാം ഒന്ന് ചെത്തി മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു സ്ലൈസർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെത്തിയെടുക്കുന്നത്. കത്തി വെച്ചിട്ടോ നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അതായത് ചില മാങ്ങയുടെ ആ പുറംതോലിന് നല്ലൊരു കയ്പുണ്ടാവും, അതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മൾ ഇതുപോലെ മാറ്റുന്നത്. അതല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പുറംതോല് മാറ്റിയിരിക്കണം. വീട്ടിലുള്ള മാമ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. അതായത് നല്ല രുചിയുള്ള മാങ്ങയാണ് കിട്ടുന്നതെങ്കിൽ അതുപോലെ അത്രയും ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ സംഭാരവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ നല്ല പുളിയുള്ള മാങ്ങ വേണ്ട. അപ്പോൾ മാങ്ങയെല്ലാം ഇതുപോലെ ഒന്ന് നമ്മുടെ തൊലിയെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. വേറെ പണികളൊന്നുമില്ല. ഈ 2 മാങ്ങയിൽ ഏകദേശം 4 കപ്പ് അളവിലാണ് കേട്ടോ നമുക്ക് സംഭാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അരിഞ്ഞ മാങ്ങ കഷ്ണങ്ങളെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയാണ്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒരുപാട് കൂടണ്ട. അത് പച്ചമുളകാണ്, അല്പം പച്ചമുളക്, കുറച്ച് എരിവ്, കാരണം ഇപ്പം നല്ല ചൂടായതിൻ്റെ പേരിൽ ഒരുപാട് എരിവ് ഇടരുത് കേട്ടോ. ചെറുതായിട്ടൊരല്പം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ, ഒരുപാട് വേണ്ട. ഈ ഒരു അളവിൽ മാത്രമേ ഇടുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് എരിവ് ചേർക്കാം, കാരണം ഈ ചൂടിന് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. കൂടെ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി വേണ്ടത് ഉപ്പാണ്. ഇതുപോലെ ഈ ഒരു അളവിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി ഇത് അരയാനും പാകത്തിനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി. വെള്ളം ഒരുപാട് ഓവറായിട്ട് ചേർക്കേണ്ട, പിന്നീട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാവുന്നതാണ്. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണമെന്നില്ല, ചെറിയ ചതഞ്ഞ രീതിയിൽ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലോ? ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു മിക്സ് ഞാനിപ്പോൾ ഒരു മഗ്ഗിലേക്ക് ഒന്ന് ഒഴിക്കുകയാണ്. ഇതിൻ്റെ പകുതി അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബാക്കി പകുതി അളവ് മറ്റൊരു സംഭാരം തയ്യാറാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഐസ് വാട്ടറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഏകദേശം 3 കപ്പോളം അളവിലാണ് കേട്ടോ ഐസ് വാട്ടർ ചേർക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പച്ചമാങ്ങയുടെ ചെറിയ ചെറിയ തരിപ്പൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നന്നായിട്ട് അരിച്ചിട്ട് നമുക്കൊരു സെർവിങ് കപ്പിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഐസ് വാട്ടർ ആയതിൻ്റെ പേരിൽ നല്ല ചില്ലിനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ സംഭാരം റെഡി ആയി കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്. ബാക്കിയുള്ള ആ ഒരു മിക്സ് ഞാനിപ്പോൾ ഒരു ഭരണിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടിയാണ്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം, കാരണം മാങ്ങയുടെ പുളിയും ആ തൈരിൻ്റെ പുളി എല്ലാം കൂടിയായിട്ട് നല്ല പുളി ഉണ്ടാവും. അതിൻ്റെ പേരിൽ അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം. അപ്പോൾ ആവശ്യമായിട്ടുള്ള തൈര് ചേർക്കാം. ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 2 സംഭാരത്തിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കുകയാണ്. 2 രീതിയിലുള്ള നമ്മുടെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തൈര് സംഭാരം കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാകുന്നത്, നല്ല ലൂസായിട്ട് ഉണ്ടാവില്ല. ഈ ഒരു രീതിക്ക് വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്.
ഈ ഒരു ചൂട് സമയത്ത് ഈ ഒരു പച്ചമാങ്ങ സംഭാരം വളരെ നല്ലതാണ് കേട്ടോ. വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സംഭാരം തൈര് ചേർത്തിട്ട് കുറച്ചുകൂടി നല്ല കൂളൻ്റായിട്ടുള്ള ഒരു സംഭാരമാണ്. ഒന്ന് നമ്മൾ സാധാരണ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭാരവുമാണ്. ധാരാളം പച്ചമാങ്ങ കിട്ടുന്ന ഒരു സമയമാണ്. ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ നിങ്ങൾ ഇതുപോലെ ഈ 2 സംഭാരവും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറായിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്തുടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.